നമസ്കാരം. എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം യോഗാഭ്യാസ കളരിയിലേക്ക്. ഇന്ന് 4-ാം ദിവസം നമ്മൾ 2 പ്രധാന ആസനങ്ങളെ ഫോക്കസ് ചെയ്യാം. ഉത്ഥാനമണ്ഡൂകാസനം, പിന്നെ ശലഭാസനം. എന്നാൽ വരൂ, പ്രാർത്ഥനയോടുകൂടി അഭ്യാസം ആരംഭിക്കാം. കണ്ണുകൾ അടയ്ക്കുക. ഇരുകൈകളും ധ്യാനമുദ്രയിൽ. നിങ്ങൾക്ക് ഏത് ധ്യാനാത്മകാസനത്തിലും ഇരിക്കാം. സുഖാസനം, അർദ്ധപദ്മാസനം, നട്ടെല്ല് നിവർത്തി വയ്ക്കുക. ഇനി ദീർഘമായൊരു ശ്വാസം എടുക്കുക. എന്നിട്ട് ദീർഘമായ ശ്വാസം വിടുക. സാവധാനത്തിൽ ഇരുകൈകളും നമസ്കാരമുദ്രയിൽ വയ്ക്കുക. 2 കൈകളും നെഞ്ചിനു മുന്നിൽ കൂപ്പിപ്പിടിക്കുക. ഇനി 3 തവണ ഓം എന്ന ശബ്ദത്തിന്റെ ഉച്ചാരണം, ഓങ്കാരം. ശ്വാസമെടുക്കുക. സംഗച്ഛത്വം സംവദത്വം സംഭോ മനസി ജാനതാ ദേവാഭാഗം യഥാ പൂർവേ സഞ്ജ്ഞാനാന ഉപാസത്തെ സഞ്ജ്ഞാനാന ഉപാസത്തെ. പ്രാർത്ഥന പൂർണ്ണമാക്കുക. എന്നിട്ട് കൈപ്പടങ്ങൾ കണ്ണിനുമേലെ സ്പർശിക്കുക. സാവധാനത്തിൽ കണ്ണുകൾ തുറന്നുകൊണ്ട് കൈകൾ താഴേക്ക് കൊണ്ടുവരിക. ഇനി ചലനക്രിയകളുടെ അഭ്യാസങ്ങൾക്കായി അവരുടെ സ്ഥാനങ്ങളിൽ എഴുന്നേറ്റ് നിൽക്കുക. കാലുകൾ 2 വിരലകലത്തിൽ വയ്ക്കുക. കൈകൾ തുടക്കരികിൽ വയ്ക്കുക. നിവർന്ന് നിൽക്കുക. കണ്ണുകൾ മൃദുവായി അടയ്ക്കുക. ഇതാണ് ഇതിന്റെ സ്ഥിതി. കണ്ണുകൾ മെല്ലെ തുറക്കുക. ഇനി കഴുത്തിന്റെ ചലനക്രിയയ്ക്ക് വേണ്ടി കൈകൾ ഇടുപ്പിൽ വയ്ക്കുക. ഏറ്റവും ആദ്യം കഴുത്തിനെ മുന്നോട്ടും പിന്നോട്ടും ചലിപ്പിക്കുന്ന അഭ്യാസം. ഓർമ്മിക്കുക, കഴുത്തിന് എന്തെങ്കിലും പ്രശ്നമുള്ളവർ അവർ ഈ അഭ്യാസം ശ്രദ്ധിച്ചു വേണം ചെയ്യാൻ, അല്ലെങ്കിൽ യോഗാചാര്യന്റെ നിർദ്ദേശത്തിൽ ചെയ്യുക. ശ്വാസം പുറത്തേക്ക് വിട്ട് കഴുത്ത് മുന്നോട്ട് വളയ്ക്കുക. ശ്വാസം എടുത്തുകൊണ്ട് കഴുത്ത് നിവർത്തിപ്പിടിക്കുക. വീണ്ടും ശ്വാസം പുറത്തുവിട്ട് കഴുത്ത് പിന്നിലേക്ക് വളയ്ക്കുക. എന്നിട്ട് കഴുത്തിലുണ്ടാകുന്ന വലിവ് അത് മനസ്സിലാക്കുക. ശ്വാസം എടുത്തുകൊണ്ട് കഴുത്ത് നിവർത്തിപ്പിടിക്കുക. ശ്വാസം പുറത്തേക്ക് വിട്ട് കഴുത്ത് മുന്നോട്ട് കുനിക്കുക. ശ്വാസം എടുത്തുകൊണ്ട് നിവർത്തിപ്പിടിക്കുക. വീണ്ടും ഒരിക്കൽ കൂടി ശ്വാസം പുറത്തേക്ക് വിട്ട് കഴുത്ത് പിന്നിലേക്ക് വളയ്ക്കുക. കണ്ണുകൾ തുറന്നു പിടിക്കണം. ശ്വാസമെടുത്ത് കഴുത്ത് നിവർത്തിപ്പിടിക്കുക. ഇനി 2ാമത്തെ ക്രിയയുടെ അഭ്യാസം. കഴുത്തിന് ഇടത്തോട്ടും വലത്തോട്ടും ചരിക്കുന്ന അഭ്യാസം. ശ്വാസം പുറത്തേക്ക് വിട്ട് കഴുത്ത് വലത്തോട്ട് വളയ്ക്കുക. വലത്തെ ചെവി വലത്തെ തോളിനോട് മുട്ടിക്കാൻ ശ്രമിക്കുക. ശ്വാസമെടുത്തുകൊണ്ട് തിരിച്ചു വരിക. ശ്വാസം പുറത്തുവിട്ട് ഇടത്തോട്ട്. കണ്ണുകൾ തുറന്നിരിക്കണം, തോൾ ഉയർത്തരുത്. ശ്വാസം എടുത്തുകൊണ്ട് തല നിവർത്തി പിടിക്കുക. ഒരിക്കൽ കൂടി ആവർത്തിക്കുക. ശ്വാസം പുറത്തേക്ക് വിട്ട് വലത്തോട്ട്. ശ്വാസം എടുത്തുകൊണ്ട് നിവർത്തി പിടിക്കുക. ശ്വാസം പുറത്തേക്ക് വിട്ട് ഇടത്തോട്ട്. ശ്വാസമെടുത്ത് നിവർത്തി പിടിക്കുക. ഇനി 3ാമത്തെ അഭ്യാസം കഴുത്ത് വലത്തോട്ടും ഇടത്തോട്ടും തിരിക്കുന്ന അഭ്യാസമാണ്. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് നിശ്വസിച്ചുകൊണ്ട് വലത്തോട്ട് തിരിക്കുക. കഴുത്തിന്റെ ഭാഗം താടി തോളിന് സമാന്തരമായി വരണം. ശ്വാസം എടുത്തുകൊണ്ട് തല നേരെ പിടിക്കുക. ശ്വാസം പുറത്തു വിട്ടുകൊണ്ട് തല ഇടത് ഭാഗത്തേക്ക് തിരിക്കുക. ശേഷം ശ്വാസം എടുത്തുകൊണ്ട് തല നേരെ പിടിക്കുക. വീണ്ടും ഒരിക്കൽ കൂടി ഈ അഭ്യാസം ചെയ്യുക. ശ്വാസം പുറത്തേക്ക് വിട്ട് വലത്തോട്ട്. ശ്വാസം എടുത്തുകൊണ്ട് നേരെ പിടിക്കണം. ശ്വാസം വിട്ടുകൊണ്ട് ഇടത്തോട്ട്. ശ്വാസം എടുത്തുകൊണ്ട് നേരെ പിടിക്കുക. 4ാമത്തെ ക്രിയ കഴുത്തിനെ ഗോളാകൃതിയിൽ കറക്കുന്നത്. കഴുത്തുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നമുള്ളവർ ഈ അഭ്യാസം
ശ്രദ്ധിച്ചു വേണം ചെയ്യാൻ. അതായത് കഴുത്തിൽ വേദനയുണ്ടെങ്കിൽ വളരെ ശ്രദ്ധിച്ചു ചെയ്യുക. ശ്വാസം എടുക്കുക. ശ്വാസം പുറത്തുവിട്ട് കഴുത്ത് മുന്നോട്ട് കുനിക്കുക. താടി കഴുത്തിനോട് ചേർത്ത് വയ്ക്കുക. ഇനി ശ്വാസം എടുത്തുകൊണ്ട് കഴുത്ത് വലതുവശത്തേക്ക് ഘടികാരദിശയിൽ ഗോളാകൃതിയിൽ കറക്കാൻ മുകളിലേക്ക് കൊണ്ടുപോകുക. എന്നിട്ട് ശ്വാസം പുറത്തേക്ക് വിട്ട് കഴുത്ത് പൂർണ്ണമായി കറക്കിക്കൊണ്ട് വരിക. ഒരിക്കൽ കൂടി ഇത് ആവർത്തിക്കുക. ശ്വാസം എടുത്തുകൊണ്ട് ശ്വാസം പുറത്തുവിട്ട് വട്ടം പൂർണ്ണമാക്കുക. ഇതേ അഭ്യാസം എതിർദിശയിലേക്ക് 2 തവണ. ശ്വാസം എടുത്തുകൊണ്ട് ഇടതുവശത്തുകൂടെ മുകളിലേക്ക്, ശ്വാസം പുറത്തേക്ക് വിട്ട് താഴേക്ക്, തിരിച്ച് ശ്വാസം നിറച്ചുകൊണ്ട് മുകളിലേക്ക്, ശേഷം ശ്വാസം പുറത്തേക്ക് വിട്ട് മെല്ലെ കണ്ണുകൾ തുറന്നുകൊണ്ട് കഴുത്ത് താഴോട്ട്. ഇനി ശ്വാസം എടുത്തുകൊണ്ട് കഴുത്ത് നേരെ പിടിക്കുക. കൈകൾ പഴയപടിയിലാക്കുക. എന്നിട്ട് കണ്ണുകൾ അടയ്ക്കുക. ഇനി കഴുത്തിനുള്ള 4 ക്രിയകൾക്ക് ശേഷം എന്ത് പ്രഭാവമുണ്ടായി ആ ഭാഗത്ത് എന്ന്, എത്തരത്തിലുള്ള അനുഭവമാണെന്ന് അതറിയാൻ ശ്രമിക്കുക. ഇനി അടുത്ത ക്രിയയിലേക്ക് പോകാം. അടുത്ത സൂക്ഷ്മക്രിയ സ്കന്ധ സഞ്ചാലനമാണ്. കണ്ണുകൾ തുറക്കുക. എന്നിട്ട് ശ്വാസമെടുത്തുകൊണ്ട് വശത്തുകൂടെ 2 കൈകളും മുകളിലേക്ക് പൊക്കുക. കൈമുട്ട് വളയ്ക്കരുത്. കൈപ്പടങ്ങൾ എതിർവശത്തേക്ക് പിടിക്കണം. ശ്വാസം പുറത്തേക്ക് വിട്ട് കൈകൾ തിരിച്ചു കൊണ്ടുവരിക. ഒരിക്കൽ കൂടെ ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ മുകളിലേക്ക് കൊണ്ടുപോകുക. ശ്വാസം പുറത്തേക്ക് വിട്ട് കൈകൾ താഴേക്ക് കൊണ്ടുവരിക. ഇപ്പോൾ കഴുത്തിന് ശേഷം സ്കന്ധസഞ്ചാലനം, സ്കന്ധസഞ്ചാലനത്തിന് ശേഷം സ്കന്ധചക്രത്തിന്റെ അഭ്യാസം. ശ്വാസം എടുത്തുകൊണ്ട് 2 കൈകളും തോളറ്റം വശങ്ങളിലൂടെ ഉയർത്തുക. ശ്വാസം പുറത്തേക്ക് വിട്ട് കൈപ്പടങ്ങൾ തോളിൽ വയ്ക്കുക. 2 കൈമുട്ടുകളും വക്ഷസ്ഥലത്ത് ചേർത്ത് പിടിക്കുക. സാധിക്കുന്നത്രയും. ശ്വാസം എടുത്തുകൊണ്ട് കൈമുട്ടുകൾ മുകളിലേക്ക് കൊണ്ടുപോയി വട്ടത്തിൽ കറക്കാൻ ശ്രമിക്കുക. ശ്വാസം പുറത്തേക്ക് വിട്ട് കൈമുട്ടുകൾ കറക്കി മുന്നോട്ട് കൊണ്ടുവരിക. ഇനി ഇത് ഒരിക്കൽ കൂടി ചെയ്യുക. ഇൻഹേൽ, അതായത് ശ്വാസം എടുത്തുകൊണ്ട് മുകളിലേക്ക്, ശ്വാസം പുറത്തേക്ക് വിട്ട് താഴേക്ക് കറക്കി കൊണ്ടുവരിക. ഈ അഭ്യാസം 2 തവണ ആവർത്തിക്കുക എതിർദിശയിൽ. ശ്വാസം പുറത്തേക്ക് വിട്ട് മുകളിലേക്ക്, പിന്നെ ശ്വാസം നിറച്ചുകൊണ്ട് താഴേക്ക്. ശ്വാസം പുറത്തേക്ക് വിട്ട് പോകുക. എന്നിട്ട് ശ്വാസം നിറച്ചുകൊണ്ട് താഴേക്ക്. ഇനി കൈകൾ കഴുത്തിന് സമാന്തരമായിട്ട് നീട്ടിപ്പിടിക്കുക. മെല്ലെ കൈകൾ തിരികെ കൊണ്ടുവരിക. എക്സെയിൽ, ശ്വാസം വിട്ട് കൈകൾ താഴേക്ക്, കണ്ണുകൾ അടച്ചു പിടിക്കുക. എന്നിട്ട് അതിന്റെ എഫക്റ്റ് അറിയുക. മൂന്നാമത്തെ ക്രിയ കട്ടിച്ചാലന ക്രിയയാണ്. ഇവിടെ നമ്മൾ 2 അഭ്യാസം ചെയ്യും. ഇടുപ്പിന്റെ ഭാഗം മുന്നോട്ടും പിന്നോട്ടും വളയ്ക്കുന്ന അഭ്യാസം, പിന്നെ അരക്കെട്ട് ഇടുപ്പിന്റെ ഭാഗം ഇടത്തോട്ടും വലത്തോട്ടും തിരിയുന്ന അഭ്യാസം. എന്നാൽ ഏറ്റവും ആദ്യം കാലുകൾ തോളിലും കൂടുതൽ അകത്തിവെക്കുക. ശ്വാസമെടുത്തുകൊണ്ട് 2 കൈകളും വശങ്ങളിലൂടെ മുകളിലേക്ക് കൊണ്ടുപോകുക. വലിച്ചു പിടിക്കുക. ശ്വാസം പുറത്തേക്ക് വിട്ട് പിന്നിലേക്ക് ആയുക. ശ്വാസം എടുത്ത് നിവർന്നു നിൽക്കുക. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് മുന്നിലേക്ക് കുനിയുക. ഇടുപ്പ് വളയ്ക്കരുത്. 2 കൈപ്പടങ്ങളും കാൽപാദങ്ങൾക്കിടയിൽ വയ്ക്കുക. ശേഷം ഇടുപ്പ് താഴോട്ട് വലിക്കുക. ഒരിക്കൽ കൂടി ചെയ്യാനായി മുകളിലേക്ക് വരിക. ശ്വാസം എടുത്തുകൊണ്ട് മുകളിലേക്ക്. ശ്വാസം പുറത്തേക്ക് വിട്ടതിന് ശേഷം പിന്നിലേക്ക് കുനിയുക. കഴിയും പോലെ കണ്ണുകൾ തുറന്നു വയ്ക്കണം. ശ്വാസം എടുത്തുകൊണ്ട് നിവർന്നു നിൽക്കുക. എന്നിട്ട് ശ്വാസം വിട്ടുകൊണ്ട് താഴേക്ക് കുനിയുക. എത്ര സാധിക്കുന്നു അത്രയും മുന്നോട്ട് കുനിയുക. ശ്വാസം എടുത്തുകൊണ്ട് തിരിച്ചു വരിക. കൈകൾ പിന്നിലേക്ക് വലിച്ചു പിടിക്കുക. ഇടുപ്പ് വിളയ്ക്കാതെ. ശ്വാസം പുറത്തുവിട്ട് കൈകൾ വശത്തുകൂടെ താഴേക്ക് കൊണ്ടുവരിക. എന്നിട്ട് കാലുകൾ അടുപ്പിച്ചു വയ്ക്കുക. എന്നിട്ട് അഭ്യാസത്തിന്റെ ഫലമറിയുക. ഇടുപ്പിനുള്ള മറ്റൊരു ക്രിയ കടിച്ചാലനത്തിൽ ഇടത്തോട്ടും വലത്തോട്ടും തിരിയുന്ന അഭ്യാസമാണ്. കാലുകൾ തോളിന്റെ അകലത്തിൽ വയ്ക്കണം. കണ്ണുകൾ തുറന്നു പിടിക്കണം. ശ്വാസം നിറച്ച് 2 കൈകളും മുന്നിലൂടെ തോളറ്റം ഉയർത്തുക. കൈപ്പിടങ്ങൾ മുഖാമുഖം വന്നിരിക്കണം. ശ്വാസം വിട്ടുകൊണ്ട് അരക്കെട്ടിന്റെ മുകൾ ഭാഗം വലത്തോട്ട് തിരിക്കുക. കണ്ണുകൾ തുറന്നു പിടിക്കുക. ശ്വാസം എടുത്തുകൊണ്ട് മുന്നിലേക്ക്. ശ്വാസം പുറത്തേക്ക് വിട്ട് ഇടത്തോട്ട് തിരിയുക. ശ്വാസം എടുത്തുകൊണ്ട് നേരെ വരിക. ഇതൊന്നുകൂടി ആവർത്തിക്കുക. ശ്വാസം പുറത്തേക്ക് വിട്ട് വലത്തോട്ട്. ശ്വാസം നിറച്ചുകൊണ്ട് മുന്നിലേക്ക്. ശ്വാസം വിട്ടുകൊണ്ട് ഇടത്തോട്ട്. വീണ്ടും ശ്വാസം നിറച്ചുകൊണ്ട് മുന്നിലേക്ക് വരിക. കൈകൾ താഴേക്ക് കൊണ്ടുവരിക. എന്നിട്ട് കാലുകൾ അടുപ്പിച്ചു വയ്ക്കുക. വിശ്രമിക്കുക. കട്ടിക്രിയയുടെ പ്രഭാവം കടിപ്രദേശത്ത് അനുഭവിച്ചറിയുക. ഇനി സ്വയം തയ്യാറാവുക അടുത്ത ക്രിയ ചെയ്യാനായി. അത്
ഈ അഭ്യാസത്തിലെ അവസാനത്തെ സൂക്ഷ്മക്രിയയാണ് കാൽമുട്ട് ചലിപ്പിക്കുന്ന ക്രിയ. കണ്ണുകൾ തുറക്കുക. കാൽമുട്ടിന്റെ ചലനക്രിയയ്ക്ക് തോളിന്റെ അകലത്തിൽ കാൽ വയ്ക്കുക. ശ്വാസം ഉള്ളിലേക്കെടുത്ത് ഇരുകൈകളും മുന്നിലൂടെ തോളറ്റം വരെ ഉയർത്തിപ്പിടിക്കുക. കൈ കമഴ്ത്തി വയ്ക്കണം. ശ്വാസം പുറത്തുവിട്ട് കാൽമുട്ടുകൾ മടക്കുക. എന്നിട്ട് ഇരിക്കുന്ന രീതിയിലേക്ക് വരിക. ആർക്കെങ്കിലും കാൽമുട്ടിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, വേദനയൊക്കെ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. ഈ അഭ്യാസം സൂക്ഷിച്ചു വേണം ചെയ്യാൻ. ശ്വാസമെടുത്ത് തിരിച്ചു വരിക. ഒന്നുകൂടി ആവർത്തിക്കുക. ശ്വാസം വിട്ട് താഴേക്ക് പോകുക. ശ്രദ്ധിക്കേണ്ട കാര്യം, കാൽമുട്ട് പാദത്തിന് പുറത്തു പോകാൻ പാടില്ല. ശ്വാസമെടുത്ത് തിരിച്ചു വരിക. കൈകളും താഴേക്ക് കൊണ്ടുവരിക. കാലുകൾ ചേർത്ത് വയ്ക്കുക. നിങ്ങളിപ്പോൾ ചെയ്ത 4 ക്രിയകളുടെ അഭ്യാസം അനുഭവിച്ചറിയുക. കഴുത്ത്, തോള്, ഇടുപ്പ്, കാൽമുട്ടിന്റെ ചലനക്രിയ. ഇനി ഈ കളരിയിലെ മുന്നോട്ടുള്ള അഭ്യാസങ്ങളിലേക്ക് പോകാം. മുന്നോട്ടുള്ള അഭ്യാസം, അതായത് യോഗാഭ്യാസം. ഏറ്റവും ആദ്യം താടാസനത്തിന്റെ അഭ്യാസം ചെയ്യാം നമുക്ക്. കണ്ണുകൾ തുറക്കുക. എന്നിട്ട് മറ്റേ ദിശയിലേക്ക് തിരിഞ്ഞു നിൽക്കുക. താടാസനത്തിനായി കാലുകൾക്കിടയിൽ 2 വിരലകലം പാലിച്ചു നിൽക്കുക. ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ മുന്നിലൂടെ തോളറ്റം വരെ ഉയർത്തുക. കൈവിരലുകൾ കോർത്തിണക്കി എതിർവശത്തേക്ക് വലിച്ചു പിടിക്കുക. ശ്വാസം വിടുക. ഇനി സാവധാനത്തിൽ ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ മുകളിലേക്ക് കൊണ്ടുപോകുക. ഇവിടെ ശരീരം ഒരു സ്തൂപം പോലെ തോന്നിക്കണം. സാധാരണ ശ്വാസോച്ഛ്വാസത്തോടുകൂടി നിവർന്നു നിൽക്കുക. എന്നിട്ട് ഒരു ബിന്ദുവിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ഉപ്പൂറ്റികൾ മെല്ലെ ഉയർത്തുക. എന്നിട്ട് പടങ്ങളിൽ സന്തുലനം പാലിക്കുക. ഇത് താടാസനത്തിന്റെ പൂർണ്ണസ്ഥിതിയാണ്. ഈ സ്ഥിതിയിൽ സാധാരണ ശ്വാസോച്ഛ്വാസഗതിയിൽ തുടരുക. കാൽമുട്ടിൽ വേദനയുള്ളവർ, ഉപ്പൂറ്റിയിൽ വേദനയുള്ളവർ, അവർ താടാസനത്തിൽ ഉപ്പൂറ്റി ഉയർത്താതിരിക്കുക. ഇനി ശ്വാസം പുറത്തേക്ക് വിട്ട് ഉപ്പൂറ്റികൾ താഴേക്ക് കൊണ്ടുവരിക. കൈവിരലുകൾ അഴിക്കുക. എന്നിട്ട് വശങ്ങളിലൂടെ കൈകൾ വലിച്ചു പിടിച്ച് ശ്വാസം പുറത്തേക്ക് വിട്ട് താഴേക്ക് കൊണ്ടുവരിക. കൈകൾ തിരിച്ചു കൊണ്ടുവന്നതിന് ശേഷം അനുഭവിച്ചറിയുക താടാസനത്തിന്റെ പ്രഭാവം. ആസനങ്ങൾ ചെയ്യുമ്പോൾ നമ്മളതിന്റെ അഭ്യാസം ചെയ്യുന്നുണ്ടെങ്കിലും ആസനത്തിന് ശേഷം നമ്മൾ അഭ്യാസത്തിന്റെ പ്രഭാവം അറിയുകയാണെങ്കിൽ അതിന്റെ ഗുണം കൂടുതൽ ലഭിക്കും. ഇനി അടുത്ത അഭ്യാസത്തിലേക്ക് കിടക്കാം. വൃക്ഷാസനം. മെല്ലെ ഇടത്തോട്ട് തിരിയുക. വൃക്ഷാസനം സന്തുലന ശ്രേണിയിൽ വരുന്നൊരു ആസനമാണ്. അപ്പോഴത് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഒരു ബിന്ദുവിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വേണ്ടി തയ്യാറാവുക. ഇനി ശ്വാസം പുറത്തേക്ക് വിട്ട് മെല്ലെ വലത്തേക്കാൽ മടക്കുക. എന്നിട്ട് വലത്തെ കാലടി ഇടത്തെ തുടയിൽ ചേർത്ത് വയ്ക്കാൻ ശ്രമിക്കുക. ഇനി വലത്തെ കൈ കാൽമുട്ടിൽ കൊണ്ടുവരിക. ശ്വാസമെടുത്തുകൊണ്ട് ഇരു കൈകളും വശത്തുകൂടെ തോളറ്റം വരെ കൊണ്ടുവരിക. പടങ്ങൾ തിരിച്ചു പിടിക്കണം. എന്നിട്ട് കൈകൾ മുകളിലേക്ക് കൊണ്ടുപോയി നമസ്കാരമുദ്രയിൽ പിടിക്കുക. കൈകൾ വലിച്ചു വയ്ക്കുക. സാധാരണ ശ്വാസോച്ഛ്വാസഗതിയിൽ വൃക്ഷാസനത്തിൽ തുടരുക. ഇതിന്റെ പൂർണ്ണസ്ഥിതി ചെയ്യാൻ സാധിക്കാത്ത ആളുകൾ, അവർ മുമ്പ് അഭ്യാസക്കളരിയിൽ നിങ്ങൾക്ക് കാണിച്ചു തന്ന പോലെ മെല്ലെ തിരിച്ചു വരിക. ശ്വാസം പുറത്തുവിട്ട് കൈകൾ താഴേക്ക് കൊണ്ടുവരിക. എന്നിട്ട് വലത്തേക്കാലും താഴേക്ക് കൊണ്ടുവരിക. ഇനി ഈ അഭ്യാസം തന്നെ ഇടത്തേക്കാൽ കൊണ്ടും ചെയ്യുക. ശ്വാസം പുറത്തേക്ക് വിട്ട് ഇടത്തേക്കാൽ മടക്കുക. കാലിന്റെ അടി തുടയിലേക്ക് ചേർത്ത് വയ്ക്കുക. കൈകൾ വശങ്ങളിലൂടെ ശ്വാസം എടുത്തുകൊണ്ട് മുകളിലേക്ക് കൊണ്ടുപോകുക. മുകളിൽ പോയതിനു ശേഷം തൊഴുകൈയാൽ നിൽക്കുക. ശരീരം നന്നായി നിവർന്നിരിക്കണം. വലിച്ചു പിടിക്കുക. സ്ഥിരത കൈവരിക്കുക. വിരലുകൾ നിലത്ത് ഊന്നിപ്പിടിക്കുക. ശ്വാസോച്ഛ്വാസം സാധാരണഗതിയിൽ ഒരു ബിന്ദുവിൽ ഏകാഗ്രത പാലിച്ച് സാവധാനത്തിൽ ശ്വാസം വിട്ട് താഴേക്ക് വരിക. കാലുകളും തിരിച്ചു കൊണ്ടുവരിക. എന്നിട്ട് ആസനത്തിന്റെ പ്രഭാവം തിരിച്ചറിയുക. വൃക്ഷാസനം ന്യൂറോമാസ്കുലർ, അതായത് നാഡീവ്യൂഹത്തിൽ സമന്വയമുണ്ടാക്കാൻ വളരെ സഹായിക്കുന്നു. കൂടെ തന്നെ കാലിന്റെ മാംസപേശികൾക്ക് ബലവും പ്രദാനം ചെയ്യുന്നു. ഇനി നമുക്ക് അടുത്ത ആസനത്തിലേക്ക് പോകാം. പാദഹസ്താസനം. അഭ്യാസകളരിയിൽ 3ാമത്തെ അഭ്യാസം പാദഹസ്താസനം. ദിശ മാറ്റുക. കാലുകൾ 2 വിരലകലം പാലിക്കുക. പൂർണ്ണ പാദഹസ്താസനം ചെയ്യാൻ സാധിക്കാത്തവർ സരള പാദഹസ്താസനത്തിന്റെ അഭ്യാസം ചെയ്യുക. അത് നിങ്ങൾ മുമ്പ് തന്നെ പഠിച്ചതാണ്. ശ്വാസം എടുത്തുകൊണ്ട് ഇരുകൈകളും മുന്നിലൂടെ മുകളിലേക്ക് കൊണ്ടുപോകുക. ആദ്യം ശരീരം നന്നായി വലിച്ചു പിടിക്കുക. സ്ട്രെച്ച് ചെയ്യുക. ഇനി ശ്വാസം പുറത്തേക്ക് വിട്ട് ഇടുപ്പ് വിളയ്ക്കാതെ മുന്നോട്ട് വളയുക. എന്നിട്ട് ആവുന്നിടത്തോളം താഴേക്ക് വലിക്കുക. അതിനുശേഷം കൈപ്പടങ്ങളെടുത്ത് കാലിനടുത്ത് വയ്ക്കുക. കഴുത്ത് താഴോട്ട്. ഇത് പാദഹസ്താസനത്തിന്റെ പൂർണ്ണസ്ഥിതിയാണ്. സാധാരണ ശ്വാസോച്ഛ്വാസഗതിയിൽ തുടരുക. ഇനിയിപ്പോൾ ആർക്കെങ്കിലും ഇടുപ്പ് വേദനയോ അല്ലെങ്കിൽ ഒരുപാട്
കാൽവേദനയും ഉണ്ടെങ്കിൽ ഈ അഭ്യാസം ശ്രദ്ധിച്ചു ചെയ്യുക. ശ്വാസം അകത്തെടുത്ത് കൈകൾ മുന്നിലൂടെ തിരിച്ചു കൊണ്ടുവരിക. എന്നിട്ട് ഇടുപ്പ് വിളയ്ക്കാതെ കൈകൾ മേലോട്ട് കൊണ്ടുപോകുക. ഇനി ശ്വാസം പുറത്തേക്ക് വിട്ട് കൈകൾ വശങ്ങളിലൂടെ താഴേക്ക് കൊണ്ടുവരിക. മുന്നിലേക്ക് കുനിഞ്ഞ അഭ്യാസത്തിന് ശേഷം ഇനി നമുക്ക് പിന്നിലേക്ക് വളയുന്ന അഥവാ അർദ്ധചക്രാസനത്തിന്റെ അഭ്യാസം ചെയ്യാം. അർദ്ധചക്രാസനത്തിനായി കണ്ണുകൾ തുറന്ന് ഇരു കൈകളും ഇടുപ്പിൽ വയ്ക്കുക. പെരുവിരൽ പിന്നിലേക്കും ബാക്കി വിരലുകൾ മുന്നിലേക്കും വയ്ക്കുക. എന്നിട്ട് കൈമുട്ടുകൾ തുല്യ അകലത്തിൽ കൊണ്ടുവരിക. ശ്വാസം എടുത്തുകൊണ്ട് കണ്ണുകൾ തുറന്നു പിടിച്ച് കഴുത്ത് മെല്ലെ പിന്നിലേക്ക് കൊണ്ടുപോകുക. ശ്വാസം പുറത്തുവിട്ട് കഴിയുന്നിടത്തോളം പിന്നിലേക്ക് വളയുക. കാൽമുട്ടുകൾ വളയരുത്. അരയ്ക്ക് മുകൾ ഭാഗമാണ് വളയ്ക്കേണ്ടത്. ആദ്യം വിശ്രമിക്കുക, പിന്നെ താഴേക്ക് വരിക. ഈ സ്ഥിതിയിൽ തുടരുക, സാധാരണ ശ്വാസോച്ഛ്വാസത്തോടുകൂടി. ഒരാസനത്തിൽ തന്നെ ശ്വാസം പിടിച്ചു നിർത്തേണ്ട കാര്യമില്ല. ശ്വാസം എടുത്തുകൊണ്ട് മെല്ലെ തിരിച്ചു വരിക. അവനവന് പറ്റുന്നതുപോലെ ചെയ്യുക. ഇനി കൈകൾ തിരിച്ചു കൊണ്ടുവരിക. എന്നിട്ട് ഈ അഭ്യാസം കൊണ്ട് നട്ടെല്ലിൽ ഉണ്ടായ പ്രഭാവം അതറിയാൻ ശ്രമിക്കുക. അർദ്ധചക്രാസനം ശ്വാസകോശത്തിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ സഹായകരമാണ്. ഇനി ത്രികോണാസനം. അതിനുവേണ്ടി തിരിഞ്ഞു നിൽക്കുക. അപ്പോൾ ത്രികോണാസനത്തിനു വേണ്ടി തയ്യാറാവുക. കണ്ണുകൾ തുറക്കുക. കാലുകൾ തോളിനേക്കാളും അകലത്തിൽ വയ്ക്കുക. ശ്വാസമെടുത്തുകൊണ്ട് ഇരു കൈകളും തോളറ്റം വരെ വശങ്ങളിലൂടെ ഉയർത്തുക. തോളിന് നേരെ കൊണ്ടുവന്നതിന് ശേഷം ഇരു കൈകളും മലർത്തിപ്പിടിക്കുക. എന്നിട്ട് വലത്തെ കാലിന്റെ പാദം വലത്തോട്ട് തിരിക്കുക. ഇനി ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് വലത്തോട്ട് ചരിയുക. എന്നിട്ട് മെല്ലെ വലത്തെ കാലിന്റെ പാദത്തിന്റെ പിന്നിലേക്ക് വെക്കാൻ ശ്രമിക്കുക. കഴിയുന്നത്ര എത്ര ചെയ്യാൻ സാധിക്കുന്നുവോ അത്രയും മാത്രം ചെയ്യുക. കഴുത്ത് തിരിക്കുക. എന്നിട്ട് ഇടത്തെ കൈയിന്റെ വിരലുകളിലേക്ക് നോക്കാൻ ശ്രമിക്കുക. ശ്രമിച്ചു നോക്കുക നിങ്ങളുടെ ഇരു കൈകളും നേർരേഖയിൽ കൊണ്ടുവരാനായിട്ട്. സാധാരണ ശ്വാസോച്ഛ്വാസമാണ് എടുക്കേണ്ടത്. പൂർണ്ണമായ സ്ഥിതി ചെയ്യാൻ സാധിക്കാത്തവർ സരളമായ രീതി കൈക്കൊള്ളുക. ശ്വാസം എടുത്ത് തിരിച്ചു വരിക. ഇനി ഇടത്തെ കാല് ഇടത്തോട്ട് തിരിച്ചു വയ്ക്കുക. ശ്വാസം പുറത്തുവിട്ട് സാവധാനത്തിൽ ഇടത്തോട്ട് ചരിയുക. കൈയിന്റെ വിരലുകൾ കാലിന് പിന്നിൽ വയ്ക്കാൻ ശ്രമിക്കുക. തല തിരിച്ചുകൊണ്ട് കൈവിരലുകൾ നോക്കുക. ശരീരത്തിന്റെ ഭാരം മുന്നിലേക്ക് വരരുത്, സൈഡിലേക്ക് മാത്രം. എന്നിട്ട് പൂർണ്ണസ്ഥിതിയിൽ ഇരിക്കുക. ശ്വാസം സാധാരണ സ്ഥിതിയിൽ. ശ്വാസം പിടിച്ചു നിർത്താൻ ശ്രമിക്കരുത്. ശ്വാസം എടുത്തുകൊണ്ട് സാവധാനത്തിൽ തിരിച്ചു വരിക. എന്നിട്ട് സാവധാനത്തിൽ കാൽപാദം നേരെ പിടിക്കുക. കൈകൾ തിരികെ കൊണ്ടുവരിക. കാലുകൾ അടുപ്പിക്കുക. എന്നിട്ട് വിശ്രമിക്കുക. ത്രികോണാസനം കടിപ്രദേശത്തുള്ള അധിക കൊഴുപ്പിനെ കുറയ്ക്കാൻ സഹായിക്കുന്നു ഈ അഭ്യാസം. കൂടെ തന്നെ നട്ടെല്ലിന്റെ ഭാഗത്തിന് അയവ് കിട്ടാനും ഇത് സഹായിക്കുന്നു. വീണ്ടും ഒരിക്കൽ കൂടി നമുക്ക് ഈ അഭ്യാസം ചെയ്യാം. കാലുകൾ തോളിലും കൂടുതൽ അകത്തിവെക്കുക. ശ്വാസം എടുത്തുകൊണ്ട് ഇരു കൈകളും തോളറ്റം വരെ സൈഡിലൂടെ ഉയർത്തുക. തോളറ്റം കൈകൾ കൊണ്ടുവന്നതിന് ശേഷം കൈകൾ മലർത്തി പിടിക്കുക. എന്നിട്ട് വലത്തെ കാലിന്റെ പാദം വലത്തോട്ട് തിരിക്കുക. ഇനി ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് വലതുവശത്തേക്ക് ചരിയുക. എന്നിട്ട് മെല്ലെ വലത്തെ കൈയിന്റെ വിരലുകൾ കൊണ്ട് വലത്തെ കാലിന്റെ പാദത്തിനു പിന്നിൽ പിടിക്കാൻ ശ്രമിക്കുക. സാധിക്കുന്നത്ര, കഴിയുന്ന അത്രയും മാത്രം ചെയ്യുക. കഴുത്ത് വളയ്ക്കുക. എന്നിട്ട് മുകളിൽ ഇടത്തെ കൈയിന്റെ വിരലുകളിലേക്ക് നോക്കാൻ ശ്രമിക്കുക. ഇരു കൈകളും നേർരേഖയിൽ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. സാധാരണ ശ്വാസോച്ഛ്വാസത്തിൽ തുടരുക. ഇതിന്റെ പൂർണ്ണ രീതി ചെയ്യാൻ സാധിക്കാത്തവർ സരളമായ രീതി സ്വീകരിക്കുക. ഇനി ശ്വാസം എടുത്തുകൊണ്ട് തിരിച്ചു വരിക. ഇനി ഈ അഭ്യാസം എതിർദിശയിൽ ചെയ്യുക. ആദ്യം വലത്തെ പാദം തിരിച്ചു വയ്ക്കുക. എന്നിട്ട് ഇടത്തെ പാദം ഇടത്തോട്ട് തിരിക്കുക. ശ്വാസം എടുത്തുകൊണ്ട് സാവധാനത്തിൽ ഇടത്തോട്ട് ശരീരം ചരിക്കുക. കൈവിരലുകൾ പാദത്തിന് പിന്നിൽ വയ്ക്കാൻ ശ്രമിക്കുക. തല തിരിച്ചുകൊണ്ട് വലത്തെ കൈവിരൽ നോക്കുക. ശരീരഭാരം മുന്നോട്ട് വരാതിരിക്കാൻ ശ്രമിക്കുക. സൈഡിൽ മാത്രം വരണം. എന്നിട്ട് പൂർണ്ണസ്ഥിതിയിൽ ശ്വാസം സാമാന്യ രീതിയിൽ ശ്വാസം നിയന്ത്രിക്കാതിരിക്കാൻ ശ്രമിക്കുക. ശ്വാസമെടുത്ത് മെല്ലെ തിരിച്ചു വരിക. എന്നിട്ട് മെല്ലെ കാൽപ്പടം നേരെ വയ്ക്കുക. കൈകളും താഴേക്ക് കൊണ്ടുവരിക. കാലുകൾ ചേർത്ത് വയ്ക്കുക. എന്നിട്ട് വിശ്രമിക്കുക. എന്തനുഭവമാണോ നിങ്ങൾക്കുണ്ടാകുന്നത്
അതറിയാൻ ശ്രമിക്കുക. അതായത് നിന്നുകൊണ്ടുള്ള ആസനങ്ങൾക്ക് ശേഷം ശാരീരികമായി ശരീരത്തിൽ എന്ത് മാറ്റം വന്നു അത് തിരിച്ചറിയുക. പിന്നെ ശ്വാസോച്ഛ്വാസത്തിൽ എന്ത് മാറ്റം വന്നു, മാനസികമായി എന്ത് മാറ്റമാണുണ്ടായത്, അതൊക്കെ അറിയുക. ഇനി അടുത്ത ശ്രേണിയിലേക്ക് നീങ്ങാം. ഇരുന്നുകൊണ്ട് ചെയ്യുന്ന അഭ്യാസങ്ങളാണ് അവ. സാവധാനത്തിൽ മറുദിശയിലേക്ക് മുഖം തിരിഞ്ഞ് നിൽക്കുക. എന്നിട്ട് താഴെ ഇരിക്കുക. ഇനി ഇരുന്നു ചെയ്യുന്ന ആസനങ്ങൾക്ക് നിങ്ങൾ തയ്യാറാവുക. ഏറ്റവും ആദ്യം വിശ്രമാസനം. കൈകൾ പിന്നിലേക്ക് വയ്ക്കുക. കൈ ഊന്നിക്കൊണ്ട് മെല്ലെ കഴുത്ത് പിന്നിലേക്ക് വളയ്ക്കുക. എന്നിട്ട് കാലുകൾ അകത്തിപ്പിടിച്ച് പാദം പുറത്തേക്ക് വലിക്കുക. ഇത് വിശ്രമാസനമാണ്. ഇരുന്നുകൊണ്ട് ചെയ്യുന്ന ആസനങ്ങൾക്ക് മുമ്പുള്ള സ്ഥിതി. പിന്നെ അഭ്യാസങ്ങൾ ചെയ്തതിനു ശേഷം വിശ്രമിക്കുന്ന സ്ഥിതിയും. ഇനി ഇവിടെ നിന്നും നമുക്ക് അടുത്ത അഭ്യാസങ്ങളിലേക്ക് പോകാം. ദണ്ഡാസനം. കണ്ണുകൾ തുറന്നു പിടിക്കുക. എന്നിട്ട് മെല്ലെ കാലുകൾ അടുപ്പിച്ചു വയ്ക്കുക. കൈകൾ നിതംബത്തിനടുത്ത് കൊണ്ടുവരിക. കൈകളുടെ വിരലുകൾ ഇരിക്കേണ്ടത് കാൽപാദങ്ങൾക്ക് നേരെയാണ്. എന്നിട്ട് മെല്ലെ മെല്ലെ കൈകളിൽ അല്പം ഭാരം കൊടുത്ത് നടു നിവർത്തിപ്പിടിക്കുക. കഴുത്തു വളയരുത്. ഓർമ്മിക്കുക, പാദങ്ങളും ഉപ്പൂറ്റിയും കാൽമുട്ടും ചേർന്നിരിക്കണം. ഇടുപ്പ് നിവർത്തിപ്പിടിക്കുക. ഇതാണ് ദണ്ഡാസനത്തിന്റെ പൂർണ്ണരൂപം. സാധാരണ ശ്വാസോച്ഛ്വാസം എടുത്തുകൊണ്ട് അറിയുക. ഒന്നുകിൽ ഒരു ബിന്ദുവിൽ നോക്കിക്കൊണ്ട് അല്ലെങ്കിൽ കണ്ണുകൾ അടച്ചുപിടിച്ച് ഈ ആസനം അനുഭവിച്ചറിയുക. എന്നിട്ട് ആസനത്തിൽ മുഴുകുക. കണ്ണുകൾ മെല്ലെ തുറക്കുക. എന്നിട്ട് മെല്ലെ തിരിച്ചു വരിക. കൈകൾ പിന്നിലേക്ക് കൊണ്ടുപോകുക. വീണ്ടും വിശ്രമാവസ്ഥയിൽ ഇരിക്കുക. ദണ്ഡാസനം ശരീരത്തിന് ഉണർവ് പ്രദാനം ചെയ്യുന്നു. മാത്രമല്ല നട്ടെല്ല് സുശക്തമാക്കുകയും ചെയ്യുന്നു. ഇനി അടുത്ത അഭ്യാസം നോക്കാം. അടുത്തത് ഭദ്രാസനം. ഭദ്രാസനത്തിന്റെ സരളമായ രീതിയിൽ നമുക്ക് പഠിക്കാം. പിന്നെ അതിനുശേഷം നമുക്കതിന്റെ പൂർണ്ണരൂപവും ചെയ്യാം. എന്നാൽ ഭദ്രാസനത്തിനു വേണ്ടി പൂർണ്ണ ദണ്ഡാസനത്തിന്റെ സ്ഥിതി സ്വീകരിക്കുക. കാലുകൾ അടുപ്പിച്ചു വയ്ക്കുക. കൈകൾ നിതംബത്തിനടുത്ത് വയ്ക്കുക. ഏറ്റവും ആദ്യം ഭദ്രാസനത്തിൽ സരളമായ രീതി ആദ്യം ചെയ്യാം. അതിനുവേണ്ടി നിങ്ങൾക്ക് കുഷ്യൻ ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും കുഷ്യൻ ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഒരു കമ്പിളിയോ വിരിയോ ഉപയോഗിക്കാം. അത് ഫോൾഡ് ചെയ്ത് നിതംബത്തിന് താഴെ വയ്ക്കാം. അതിന് മുകളിൽ ഇരിക്കുക. ഇനി വീണ്ടും ദണ്ഡാസനത്തിലേക്ക് വരിക. എന്നിട്ട് ശ്വാസമെടുത്തുകൊണ്ട് രണ്ട് കാലുകളും മടക്കി പിടിക്കുക. അതിന് ശേഷം ശ്വാസമെടുത്ത് സാവധാനത്തിൽ കൈകൾ കൊണ്ട് കാലിന്റെ വിരലുകൾ തമ്മിൽ ചേർത്ത് വയ്ക്കുക. ഇനി വീണ്ടും ശ്വാസമെടുക്കുക. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് ഉപ്പൂറ്റികൾ കഴിയുന്നതും അടുപ്പിച്ചു പിടിക്കുക. ഇത് സരളമായ രീതിയാണ്. ഓർമ്മിക്കുക, കാൽമുട്ടിൽ വേദനയുള്ളവർ ഈ അഭ്യാസം കഴിവിനനുസരിച്ച് മാത്രം ചെയ്യുക. അല്ലെങ്കിൽ ശ്രദ്ധാപൂർവം, അല്ലെങ്കിൽ യോഗാചരനെ കണ്ടു ചെയ്യുക. ഇനി സാവധാനം തിരിച്ചു വരിക. കാലുകൾ നീട്ടിവെക്കുക. എന്നിട്ട് കൈകൾ കൊണ്ട് നിതംബത്തിന് താഴെ വെച്ച കുഷ്യൻ, ഇതിൽ വിരി എന്താണോ നിങ്ങൾ ഉപയോഗിച്ചത് അത് മാറ്റുക. ഭദ്രാസനം സ്ത്രീകൾക്ക് വളരെ ഉപകാരപ്രദമാണ്. ഭദ്രമെന്ന് വെച്ചാൽ ശുഭം. ഈ ആസനം ഇനി നമ്മൾ പൂർണ്ണരൂപത്തിൽ ചെയ്യാൻ പോകുന്നു. അപ്പോൾ വീണ്ടും ദണ്ഡാസനത്തിന്റെ സ്ഥിതിയിലേക്ക് വരിക. എന്നിട്ട് ശ്വാസം വിട്ടുകൊണ്ട് സാവധാനത്തിൽ ഇരു കാൽമുട്ടുകളും മടക്കുക. ഇരു കാൽപാദങ്ങളും അടുപ്പിക്കുക. ശ്വാസമെടുത്തുകൊണ്ട് ഇരു കൈവിരലുകളും കോർത്തിണക്കുക. എന്നിട്ട് കാലിന്റെ പാദങ്ങളെ പിടിക്കുക. ഇനി കഴിയുന്നിടത്തോളം ഉപ്പൂറ്റികൾ അടുപ്പിക്കുക. എന്നിട്ട് കാൽമുട്ടുകൾ താഴേക്ക് അമർത്തുക. നട്ടെല്ല് നിവർത്തിപ്പിടിക്കുക. ഇത് ഭദ്രാസനത്തിന്റെ പൂർണ്ണസ്ഥിതിയാണ്. കണ്ണുകൾ അടച്ചു പിടിക്കുക. സാധാരണ ശ്വാസോച്ഛ്വാസത്തോടുകൂടി ഈ സ്ഥിതിയിൽ തുടരുക. ആർക്കെങ്കിലും കാൽമുട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ, ചിലർക്ക് കാൽമുട്ടിൽ വേദനയുണ്ടായിരിക്കും, അവർ ഈ അഭ്യാസം വളരെ ശ്രദ്ധിച്ചു ചെയ്യുക. അല്ലെങ്കിൽ ഇതിന്റെ സരളമായ രീതി ചെയ്യാവുന്നതാണ്. ഇനി സാവധാനത്തിൽ തിരിച്ചു വരിക. കാലുകൾ നിവർത്തി വയ്ക്കുക. എന്നിട്ട് കൈകൾ പിന്നിലേക്ക് വെച്ച ശേഷം വിശ്രമാവസ്ഥയിൽ തിരിച്ചു വരിക. ഭദ്രാസനം ആദ്യം തന്നെ ഞാൻ പറഞ്ഞിരുന്നു സ്ത്രീകൾക്ക് വളരെ നല്ലതാണെന്ന്. അതിന്റെ കൂടെ തന്നെ നമ്മുടെ പെൽവിക് മസിലിനെ അയയാൻ സഹായിക്കുന്നു.
വീണ്ടും ഒന്നുകൂടി ആവർത്തിക്കുക. ശ്വാസം എടുത്തുകൊണ്ട് ഇരുകാലുകളുടെയും പാദങ്ങൾ കൂട്ടിവെക്കുക. കാൽമുട്ടുകൾ മടക്കുക. എന്നിട്ട് ശ്വാസം നിറച്ചുകൊണ്ട് പാദങ്ങൾ പിടിക്കുക. ഉപ്പൂറ്റികൾ കഴിയുന്നിടത്തോളം അടുപ്പിക്കുക. ഇടുപ്പ് നിവർത്തി പിടിക്കുക. എന്നിട്ട് പൂർണ്ണസ്ഥിതിയിൽ കണ്ണുകൾ അടച്ചുപിടിച്ചുകൊണ്ട് സാധാരണ ശ്വാസോച്ഛ്വാസത്തിൽ തുടരുക. തല മുതൽ ഇടുപ്പിന്റെ ഭാഗവും പിന്നെ നട്ടെല്ലും ഒരേ രേഖയിൽ കൊണ്ടുവരിക. ഇനി സാവധാനം കണ്ണുകൾ തുറക്കുക. എന്നിട്ട് വിശ്രമാസനത്തിൽ വരിക. വിശ്രമിക്കുക. കാലുകൾ നീട്ടിവെക്കുക. കൈകൾ പിന്നിലേക്ക് വയ്ക്കുക. പാദങ്ങൾ വശങ്ങളിലേക്ക് പിടിക്കുക. കണ്ണുകൾ മൃദുവായി അടയ്ക്കുക. ശ്വാസം എടുത്തുകൊണ്ട് ഇരുകാലുകളുടെയും പാദങ്ങൾ കൂട്ടിവെക്കുക. കാൽമുട്ടുകൾ മടക്കുക. എന്നിട്ട് ശ്വാസം നിറച്ചുകൊണ്ട് പാദങ്ങൾ പിടിക്കുക. ഉപ്പൂറ്റികൾ കഴിയുന്നിടത്തോളം അടുപ്പിക്കുക. ഇടുപ്പ് നിവർത്തി പിടിക്കുക. എന്നിട്ട് പൂർണ്ണസ്ഥിതിയിൽ കണ്ണുകൾ അടച്ചുപിടിച്ചുകൊണ്ട് സാധാരണ ശ്വാസോച്ഛ്വാസത്തിൽ തുടരുക. തല മുതൽ ഇടുപ്പിന്റെ ഭാഗവും പിന്നെ നട്ടെല്ലും ഒരേ രേഖയിൽ കൊണ്ടുവരിക. ഇനി സാവധാനം കണ്ണുകൾ തുറക്കുക. എന്നിട്ട് വിശ്രമാസനത്തിൽ വരിക. വിശ്രമിക്കുക. കാലുകൾ നീട്ടിവെക്കുക. കൈകൾ പിന്നിലേക്ക് വയ്ക്കുക. പാദങ്ങൾ വശങ്ങളിലേക്ക് പിടിക്കുക. കണ്ണുകൾ മൃദുവായി അടയ്ക്കുക. ഇനി അടുത്ത അഭ്യാസത്തിലേക്ക് നീങ്ങാം. വജ്രാസനം. വജ്രാസനത്തിനായി സാവധാനം കണ്ണുകൾ തുറക്കുക. കാലുകൾ ചേർത്ത് വയ്ക്കുക. കൈകൾ നിതംബത്തിനെടുത്ത് വയ്ക്കുക. അതായത് ദണ്ഡാസനത്തിലിരിക്കുക. ഇനി ഇവിടെ നിന്നും സാവധാനത്തിൽ വലത്തേക്കാൽ മടക്കുക. എന്നിട്ട് വലത്തേക്കാലിന്റെ ഉപ്പൂറ്റി നിതംബത്തിനരികിൽ കൊണ്ടുവരിക. ഇനി ഇപ്രകാരം തന്നെ ഇടത്തേക്കാലും ചെയ്യുക. ഓർമ്മിക്കുക, നിങ്ങളുടെ കാലിന്റെ പെരുവിരലുകൾ തമ്മിൽ സ്പർശിച്ചിരിക്കണം. ഉപ്പൂറ്റികൾക്കിടയിലിരിക്കാൻ ശ്രമിക്കുക. ഇനി സാവധാനത്തിൽ ഇരു കൈകളും കാൽമുട്ടിൽ വയ്ക്കുക. ഇനി ഇതാർക്കെങ്കിലും ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഈ പൂർണ്ണമായിട്ടുള്ള സ്ഥിതി അവർക്ക് സരളമായ രീതിയിൽ ചെയ്യാവുന്നതാണ്. കഴിഞ്ഞ കളരിയിൽ പഠിച്ചിട്ടുണ്ടത്. ചിലരുടെ കാൽമുട്ടൽപ്പം അകത്തിവെക്കുന്നത് കാണാറുണ്ട്. അവനവന് സാധിക്കുന്ന തരത്തിൽ ചെയ്താൽ മതി. പൂർണ്ണസ്ഥിതിയിൽ കാൽമുട്ടുകൾ ചേർത്ത് വയ്ക്കണം. കണ്ണുകൾ അടയ്ക്കുക. എന്നിട്ട് ശ്വാസോച്ഛ്വാസം എടുത്തുകൊണ്ട് ഈ സ്ഥിതിയിൽ തുടരുക. വജ്രാസനം. കാൽമുട്ടിൽ വേദനയുള്ളവർ ഈ ആസനം ചെയ്യാതിരിക്കുക. പിന്നെ ഈയൊരു ആസനം മാത്രമാണ് നിങ്ങൾക്ക് ഭക്ഷണം കഴിച്ചതിന് ശേഷവും ചെയ്യാൻ സാധിക്കുന്നതും അതിന്റെ ഗുണം നേടാൻ സാധിക്കുന്നതും. ഇനി സാവധാനത്തിൽ തിരിച്ചു വരിക. ഇനി ഇവിടുന്ന് അടുത്ത അഭ്യാസത്തിലേക്ക് നീങ്ങാം. അടുത്ത അഭ്യാസം അർദ്ധോഷ്ടാസനം. സാവധാനത്തിൽ കാൽമുട്ടിൽ നിവർന്നു നിൽക്കുക. കാൽമുട്ടുകൾ ആവശ്യമെങ്കിൽ ഏതാനും ഇഞ്ച് അകത്തിവെക്കാം. ഇനി ഇരു കൈകളും സാവധാനത്തിൽ നിതംബത്തിൽ വയ്ക്കുക. വിരലുകൾ താഴ്ഭാഗത്തേക്ക്. ഇരു കൈമുട്ടുകളും തുല്യകലത്തിൽ വയ്ക്കുക. ഇനി ശ്വാസം എടുത്തുകൊണ്ട് സാവധാനത്തിൽ കഴുത്ത് പിന്നിലേക്ക് കൊണ്ടുപോവുക. കണ്ണുകൾ തുറന്നിരിക്കണം. ശ്വാസം പുറത്തേക്ക് വിട്ട് അല്പം കൂടെ പിന്നിലേക്ക് വളയുക സാധിക്കുമെങ്കിൽ. പൂർണ്ണസ്ഥിതിയിൽ സാധാരണ ശ്വാസോച്ഛ്വാസമാണ് ചെയ്യേണ്ടത്. അർദ്ധോഷ്ടാസനം ആർക്കാണെന്ന് വെച്ചാൽ ഉഷ്ട്രാസനത്തിന്റെ അഭ്യാസം ചെയ്യാൻ സാധിക്കാത്തവർക്ക്. ഈ ആസനം ശ്വാസകോശങ്ങളുടെ ക്ഷമത വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. സാവധാനത്തിൽ മടങ്ങി വരിക. എന്നിട്ട് വജ്രാസനത്തിന്റെ സ്ഥിതിയിൽ വന്നിരിക്കുക. എന്നിട്ട് വിശ്രമിക്കുക. ബാക്ക്വേർഡ് ബെൻഡിങ്ങിന് ശേഷം, അതായത് ഇടുപ്പ് പിന്നിലേക്ക് വളച്ചതിന് ശേഷം മുന്നിലേക്ക് വളയ്ക്കുന്ന അഭ്യാസം. ഇതിന്റെ വിപരീതാസനം ശശകാസനം. ശശകാസനത്തിനായി കണ്ണുകൾ തുറക്കുക. കൈകൾ കൊണ്ട് കാൽമുട്ട് വിടർത്തുക. ഇരു കൈകളും കാൽമുട്ടിനിടയിൽ വയ്ക്കുക. എന്നിട്ട് ശ്വാസം പുറത്തുവിട്ട് സാവധാനത്തിൽ മുന്നിലേക്ക് ആയുക. കഴിയുന്നത്രയും ആയുക. എന്നിട്ട് സാവധാനം നിങ്ങളുടെ താടിയും നെഞ്ചിന്റെ ഭാഗവും മുന്നിലേക്ക് പിടിക്കുക. സാധിക്കുന്നിടത്തോളം നിലത്ത് മുട്ടിക്കുക. എന്നിട്ട് ഈ സ്ഥിതിയിൽ വിശ്രമിക്കുക. ഇതാണ് ശശകാസനത്തിന്റെ പൂർണ്ണസ്ഥിതി. ഇടുപ്പിൽ വലിവുണ്ടാകുന്നത് തിരിച്ചറിയുക. ഓർമ്മിക്കുക, നിതംബത്തിന്റെ ഭാഗം പൊങ്ങരുത്. എന്നാൽ കാൽമുട്ടിൽ പ്രശ്നമുള്ളവർ അവർ ഈ ആസനം ഈ തരത്തിൽ ചെയ്യാതെ അവനവന് സാധിക്കും പോലെ സരളമായി ചെയ്യുക. സാവധാനത്തിൽ തിരിച്ചു വരിക. ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ മെല്ലെ തിരിച്ചു കൊണ്ടുവരിക. എന്നിട്ട് കൈയിന്റെ സഹായത്താൽ കാൽമുട്ടുകൾ കൂട്ടിവയ്ക്കുക.
എന്നിട്ട് വജ്രാസനത്തിൽ ഇരിക്കുക. ഇന്നത്തെ നമ്മുടെ പ്രധാനപ്പെട്ട അഭ്യാസം, അതിൽ നമുക്ക് ഫോക്കസ് ചെയ്യാം. ഉത്ഥാനമണ്ഡൂകാസനം. ഉത്ഥാനമണ്ഡൂകാസനത്തിന്റെ സരളമായ രീതി ആദ്യം പഠിക്കാം. അതിനുശേഷം നമുക്ക് അതിന്റെ പൂർണ്ണരൂപം, ഉത്ഥാനമണ്ഡൂകം അഥവാ മുകളിലേക്ക് ഉയർന്നിരിക്കുന്ന അല്ലെങ്കിൽ വലിഞ്ഞിരിക്കുന്ന കൈകളുടെ സ്ഥിതി. അപ്പോൾ അതിന്റെ അഭ്യാസത്തിനായി വജ്രാസനത്തിൽ നിന്ന് കാലുകൾ മെല്ലെ അകത്തുക, കണ്ണുകൾ തുറന്നു പിടിച്ച് മുട്ടുകൾ അകത്തുക. ഉപ്പൂറ്റികൾക്ക് ഇടയിലാണ് ഇരിക്കേണ്ടത്. ശ്വാസം എടുത്തുകൊണ്ട് ഇരുകൈകളും മുന്നിലൂടെയോ സൈഡിലൂടെയോ മുകളിലേക്ക് ഉയർത്തിപ്പിടിക്കുക. എന്നിട്ട് കൈവിരലുകൾ കോർത്ത് പിടിച്ച് നിങ്ങളുടെ കൈകൾ തലയ്ക്ക് മുകളിൽ വയ്ക്കുക. ഇത് സരളമായ രീതിയാണ്. ഫ്രോസൺ ഷോൾഡറിന്റെ പ്രോബ്ലം ഉള്ളവർ ഈ അഭ്യാസം ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും കുറെ കൂടെ നല്ലത്. ഉത്ഥാനമണ്ഡൂകാസനം ശ്വാസകോശങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ വളരെ നല്ലതാണ്. കൂടെ തന്നെ ഇടുപ്പുവേദന മാറ്റിയെടുക്കാനും ഇത് വളരെയധികം സഹായിക്കുന്നു. ഇനി ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുകയാണ് ഇത് ഇത്രയും ചെയ്യുന്നതിൽ പ്രശ്നമൊന്നുമില്ല എങ്കിൽ കൈയിന്റെ വിരലുകൾ മെല്ലെ പിന്നിലേക്ക് പിടിക്കുക, തലയ്ക്ക് പിന്നിൽ, അതായത് കഴുത്തിന് കുറച്ച് മുകളിലായിട്ട്. അവിടെയും നിങ്ങൾക്ക് ഈ സ്ഥിതി സ്വീകരിക്കാം. സാധാരണ ശ്വാസോച്ഛ്വാസം എടുത്തുകൊണ്ട് ഇവിടെ നിൽക്കാൻ ശ്രമിക്കുക. ഇനി ഇവിടെയും നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഇതിന്റെ പൂർണ്ണ രൂപത്തിലേക്ക് നമുക്ക് പോകാം. അതിനായി തുടക്കം മുതൽ നമുക്ക് ആരംഭിക്കാം. കൈകൾ തിരിച്ചു കൊണ്ടുവരിക. എന്നിട്ട് കാലുകൾ അടുപ്പിക്കുക. ഉത്ഥാനമണ്ഡൂകാസനത്തിന്റെ പൂർണ്ണ രൂപത്തിനായി തയ്യാറായിരിക്കുക വജ്രാസനത്തിൽ. ഇനി വജ്രാസനത്തിൽ നിന്ന് കാലുകൾ മെല്ലെ മെല്ലെ അടുപ്പിക്കുക. കൈകൾ ഉപയോഗിച്ച് ഇനി ശ്വാസം എടുത്തുകൊണ്ട് ഇരുകൈകളും മുന്നിലൂടെ വശത്തുകൂടെയോ മുകളിലേക്ക് കൊണ്ടുപോകുക. നന്നായി വലിച്ചു പിടിക്കുക. വളരെ നന്നായി നിവർന്നിരിക്കുക. ഇനി ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് സാവധാനത്തിൽ ഇരു കൈമുട്ടുകളും മടക്കുക. ഇടത്തെ കൈകൊണ്ട് വലത്തെ തോളും വലത്തെ കൈകൊണ്ട് ഇടത്തെ തോളും പിടിക്കാൻ ശ്രമിച്ചു നോക്കുക പിന്നിൽ നിന്നും. ഇനി കൈമുട്ടുകൾ മെല്ലെ മുകളിലേക്ക് പൊക്കുക. ഇടുപ്പ് വളയരുത്. കണ്ണുകൾ അടച്ചിരിക്കണം. ഇത് ഉത്ഥാനമണ്ഡൂകാസനത്തിന്റെ പൂർണ്ണസ്ഥിതിയാണ്. ഇടുപ്പ് വളയ്ക്കാതിരിക്കുക. ശ്രദ്ധിക്കുക, കഴുത്ത് വളരെ മുന്നോട്ട് കുനിക്കാതെ മധ്യഭാഗത്ത് തന്നെ വയ്ക്കാൻ ശ്രമിക്കുക. ഈ സ്ഥിതിയിൽ തുടരുക, സാധാരണ ശ്വാസോച്ഛ്വാസം എടുത്തുകൊണ്ട്. ഉത്ഥാനമണ്ഡൂകാസനം ശ്വാസകോശത്തിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് ഒരുപാട് സഹായിക്കുന്നു. ഇനി ആർക്കെങ്കിലും കാൽമുട്ട് വേദനയാണെങ്കിൽ ഈ അഭ്യാസം ഇങ്ങനെ ചെയ്യാതെ സാധാരണ സുഖാഭ്യാസത്തിൽ ഇത് ചെയ്യാവുന്നതാണ്. ഇനി മെല്ലെ തിരിച്ചു വരാനായിട്ട് കണ്ണുകൾ തുറന്നു പിടിക്കുക. ഇരു കൈകളും മുകളിലേക്ക് കൊണ്ടുപോകുക. നന്നായി വലിച്ചു പിടിക്കുക. എന്നിട്ട് ശ്വാസം വിട്ടുകൊണ്ട് താഴേക്ക് കൊണ്ടുവരിക. ശേഷം കാൽമുട്ടുകൾ അടുപ്പിക്കുക. എന്നിട്ട് വജ്രാസനത്തിൽ വിശ്രമിക്കുക. വീണ്ടും നമുക്ക് ഈ അഭ്യാസം ഒന്നുകൂടി ആവർത്തിക്കാം. ആരംഭിക്കാം. കാൽമുട്ടുകൾ അകത്തി വയ്ക്കുക. ഇരു കൈകളും മുകളിലേക്ക് നന്നായി വലിച്ചു പിടിക്കുക. ഓരോ കൈമുട്ടുകളും മടക്കിക്കൊണ്ട് എതിർവശത്തെ തോളിൽ വയ്ക്കാൻ ശ്രമിക്കുക. തലയ്ക്ക് പിന്നിൽ ഒന്ന് ഇരിപ്പുറപ്പിച്ചതിന് ശേഷം നിങ്ങൾ പൂർണ്ണസ്ഥിതിയിൽ ഫൈനൽ പൊസിഷനിൽ ഇടുപ്പ് നിവർത്തുക. കണ്ണുകൾ അടഞ്ഞിരിക്കണം. ഈ സ്ഥിതിയിൽ തുടരുക, സാധാരണ ശ്വാസോച്ഛ്വാസത്തോടുകൂടി. സാവധാനത്തിൽ തിരിച്ചു വന്ന് വജ്രാസനത്തിൽ വിശ്രമിക്കുക. ഇനി ഇവിടെ നിന്നും ഇനി ചെയ്യാനുള്ള അഭ്യാസങ്ങളിലേക്ക് പോകാം. അതായത് കമിഴ്ന്ന് കിടന്നുകൊണ്ട് ചെയ്യുന്ന അഭ്യാസങ്ങൾ. സാവധാനത്തിൽ കമിഴ്ന്ന് കിടക്കുക. ഏറ്റവും ആദ്യം മകരാസനം ചെയ്യാൻ വേണ്ടി കാലുകൾ അകത്തി വയ്ക്കുക. കമിഴ്ന്ന് കിടന്നുള്ള ഏറ്റവും ആദ്യത്തെ അഭ്യാസം മകരാസനം. കൈമുട്ടുകൾ മടക്കുക. കൈപ്പടം കൈപ്പടത്തിന് മുകളിൽ വെച്ചുകൊണ്ട് അതിൽ കവിൾ ചേർത്ത് വയ്ക്കുക. അതിൽ സ്ഥിരത കൈവരിച്ച് വിശ്രമിക്കുക. ഇതിനെ മകരാസനം എന്നാണ് വിളിക്കുന്നത്. ഇനി ഈ സ്ഥിതിയിൽ നിന്ന് നമുക്ക് മുന്നോട്ട് പോകാം. അതായത് ശലഭാസനം ചെയ്യാൻ. സാവധാനം ഇരുകാലുകളും അടുപ്പിക്കുക. ഇരു കൈകളും ഒരു തവണ മുന്നിലോട്ട് വലിച്ചു പിടിക്കുക. ഇനി
ഇവിടെ നിന്നും 2 കൈകളും വശത്തുകൂടെ തുടയ്ക്കരികിൽ കൊണ്ടുവരിക. ശലഭാസനം ചെയ്യാൻ സാധിക്കാത്തവർ അർദ്ധശലഭാസനം ചെയ്യുക. ഒന്ന് അർദ്ധശലഭാസനം ചെയ്യാം. സരളമായ രീതി. ശ്വാസം എടുത്തുകൊണ്ട് വലത്തേക്കാൽ ഉയർത്താൻ ശ്രമിച്ചു നോക്കുക. പൂർണ്ണ ശലഭാസനം ചെയ്യാൻ സാധിക്കാത്തവർ, ശലഭം എന്ന് വെച്ചാൽ പൂമ്പാറ്റ, മെല്ലെ തിരിച്ചു വരിക. ഇനി ഇതേ അഭ്യാസം മറ്റേ കാൽ ഉപയോഗിച്ചും ചെയ്യുക. അപ്പോൾ അർദ്ധശലഭാസനത്തിന്റെ അഭ്യാസം ചെയ്യാൻ സാധിക്കും. ശലഭാസനം ചെയ്യാൻ സാധിക്കാത്തവരുടെ കാര്യം. തിരിച്ചു വരിക. ഇനി സ്വയം തയ്യാറാവുക ശലഭാസനത്തിനായി. ഇരുകാലുകളും അടുപ്പിക്കുക. കൈകൾ തുടയ്ക്കരികിൽ വയ്ക്കുക. ശ്വാസമെടുത്തുകൊണ്ട് മുട്ടുമടക്കാതെ ഇരുകാലുകളും ഉയർത്തുക. കഴിയുന്നിടത്തോളം കാൽമുട്ട് വളയ്ക്കരുത്. ഇടുപ്പിലുണ്ടാവുന്ന പ്രഭാവം തിരിച്ചറിയുക. സാധാരണ ശ്വാസോച്ഛ്വാസഗതിയിൽ ഈ സ്ഥിതിയിൽ തുടരുക. ശ്വാസം പിടിച്ചു നിർത്തേണ്ട കാര്യമില്ല. ഇനി മെല്ലെ ഇരുകാലുകളും താഴേക്ക് കൊണ്ടുവരിക. മകരാസനത്തിൽ വിശ്രമിക്കുക. ഒരു തവണ ആഴത്തിൽ ശ്വാസം എടുക്കുക. എന്നിട്ട് ദീർഘശ്വാസം വിടുക. ഒരിക്കൽ കൂടി ഈ അഭ്യാസം ആവർത്തിക്കുക. ഈ ശലഭാസനത്തിന്റെ അഭ്യാസം. കാലുകൾ അടുപ്പിക്കുക. ഇരു കൈകളും മുന്നോട്ട് വലിച്ചു പിടിക്കുക. നന്നായി വലിയുക. അതിനുശേഷം കൈകൾ കാലിനടുത്ത് കൊണ്ടുവരിക. കാൽമുട്ടുകൾ മടക്കാതെ ശ്വാസമെടുത്തുകൊണ്ട് ഇരുകാലുകളും പൊക്കുക. കൈ കമഴ്ത്തി വയ്ക്കുക. ഇനി ആർക്കെങ്കിലും ഇങ്ങനെ ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ ഒറ്റ കാലുകൊണ്ട് ചെയ്യുക. ഈ സ്ഥിതിയിൽ സാധാരണ ശ്വാസോച്ഛ്വാസത്തിൽ തുടരുക. ഇനി മെല്ലെ തിരിച്ചു വരിക. എന്നിട്ട് മകരാസനത്തിൽ വിശ്രമിക്കുക. ശലഭാസനം നട്ടെല്ലിന് ബലമുണ്ടാക്കുന്നു. കൂടെ തന്നെ ഇടുപ്പുവേദന ദൂരീകരിക്കാനും ഇത് വളരെയധികം സഹായിക്കുന്നു. അതുകൊണ്ട് ഈ ആസനത്തിന്റെ പ്രഭാവം ഇടുപ്പിൽ എങ്ങനെയുണ്ടോ അത് അനുഭവിച്ചറിയുക. മകരാസനത്തിൽ കൂടുതൽ ശിഥിലമായി തീരുക. ഇനി അടുത്ത അഭ്യാസത്തിലേക്ക് നീങ്ങാം. മെല്ലെ ചെരിഞ്ഞുകൊണ്ട് മലർന്ന് കിടക്കുക. എന്നിട്ടൊന്ന് തയ്യാറാവുക. അടുത്ത അഭ്യാസം പവനമുക്താസനം. ഇരുകാലുകളും അടുപ്പിക്കുക. കൈകൾ തുടയ്ക്കരികിൽ വയ്ക്കുക. ശ്വാസമെടുത്തുകൊണ്ട് മുട്ടുകൾ വളയ്ക്കാതെ ഇരുകാലുകളും ഉയർത്തുക. ശ്വാസം പുറത്തുവിട്ട് കാൽമുട്ടുകൾ മടക്കി നെഞ്ചിനടുത്തേക്ക് കൊണ്ടുവരിക. വീണ്ടും ഒരിക്കൽ കൂടി ശ്വാസമെടുത്ത് കൈവിരലുകൾ കോർത്തു പിടിക്കുക. എന്നിട്ട് മുട്ടിന്റെ താഴ്ഭാഗം പിടിക്കുക. ഇവിടെ ഈ സ്ഥിതിയിൽ പാദങ്ങൾ നീട്ടിപ്പിടിക്കുക. സാധാരണഗതിയിലുള്ള ശ്വാസോച്ഛ്വാസം. വീണ്ടും നീണ്ട ആഴത്തിലുള്ള ശ്വാസം എടുക്കുക. ശ്വാസം പുറത്തുവിട്ട് കഴുത്ത് പൊക്കുക. എന്നിട്ട് താടി അല്ലെങ്കിൽ മൂക്ക് കാൽമുട്ടുകൾക്കിടയിൽ വയ്ക്കാൻ ശ്രമിക്കുക. തോൾ ഇളകരുത്. ഈ സ്ഥിതിയിൽ സാധാരണ ശ്വാസോച്ഛ്വാസഗതിയിൽ തുടരുക. പവനമുക്താസനം ദഹനേന്ദ്രിയങ്ങൾക്ക് വളരെ നല്ലതാണ്. മെല്ലെ തിരിച്ചു വരിക. ശ്വാസമെടുത്തുകൊണ്ട് കഴുത്തും കൈകളും തിരിച്ചു കൊണ്ടുവരിക. എന്നിട്ട് കാലുകൾ നീട്ടിവെക്കുക. ശ്വാസം പുറത്തേക്ക് വിട്ട് കാൽ താഴേക്ക് കൊണ്ടുവരിക. എന്നിട്ട് വിശ്രമിക്കുക. ഇനി നമുക്ക് അടുത്ത അഭ്യാസത്തിലേക്ക് നീങ്ങാം. ശവാസനം. ശവാസനത്തിനായി കാലുകൾ അല്പം അകത്തിവെക്കുക. പാദങ്ങൾ പുറത്തേക്ക്. കൈകൾ തുടയിൽ നിന്നും അല്പം അകത്തിവെക്കുക. കൈകൾ മലർത്തിവെച്ച് കണ്ണുകൾ മൃദുവായി അടയ്ക്കണം. പിന്നെ ഈ ആസനം മുഴുവൻ ശരീരത്തിനും മനസ്സിനും ശിഥിലത ഉണ്ടാകാൻ വളരെ ഉപകാരപ്രദമാണ്. ക്ഷീണം അകറ്റാനും സഹായിക്കുന്നു. എന്നാൽ വരും നോക്കാം ശവാസനത്തിന്റെ അഭ്യാസം ചെയ്യാം. തോളിന്റെ വീതിയിലും കൂടുതൽ കാലകത്തി വയ്ക്കുക. പാദങ്ങൾ പുറത്തേക്ക്. കൈകൾ തുടയിൽ നിന്നും അല്പം ദൂരം വയ്ക്കുക. കൈപ്പടങ്ങൾ മലർത്തി വേണം വയ്ക്കാൻ. ഈ സ്ഥിതിയെ ശവാസനത്തിന്റെ സ്ഥിതി എന്ന് വിളിക്കുന്നു. എന്നാൽ ശാരീരികമായ സ്ഥിതിക്കപ്പുറം നിങ്ങളുടെ ചേതനയുടെ യാത്ര കാലിന്റെ പടം മുതൽ
ശിരസ് വരെ കൊണ്ടുപോകുന്നു. അതായത് കാലിന്റെ വിരലുകൾ കണ്ണുകൾ അടച്ചു നോക്കി അയച്ചുവിടുക. കാലിന്റെ ഉപ്പൂറ്റികൾ അനുഭവിച്ചറിയുക, കൂടുതൽ അയച്ചുവിടുക. ഇപ്രകാരത്തിൽ കാലിന്റെ ഉപ്പൂറ്റി മുതൽ തലവരേക്കും ഒരു ഭാഗത്തും വലിവ്, ടെൻഷൻ, ക്ഷീണം ഒക്കെ ഉണ്ടെങ്കിൽ ആ ഭാഗങ്ങളെല്ലാം തന്നെ അയച്ചുവിടുക. കാൽവണ്ണ, കാൽമുട്ട്, തുട, നിതംബം, അങ്ങനെ മെല്ലെ മെല്ലെ മുകളിലേക്ക് ശരീരത്തിൽ അനുഭവിച്ചറിയുക. ഓരോരോ അംഗവും അയച്ചുവിടുക. ശരീരത്തിലെ ഓരോരോ അവയവവും ശിഥിലമാക്കുക. ഇനി ശരീരത്തിലേക്ക് വന്നു പോകുന്ന ശ്വാസത്തെ ശ്രദ്ധിക്കുക. അകത്തേക്ക് പ്രവേശിക്കുന്ന ശ്വാസം, പുറത്തേക്ക് പ്രവഹിക്കുന്ന ശ്വാസം, വന്നും പോകുന്ന ആ ശ്വാസത്തെ, ഓരോ ശ്വാസനിശ്വാസം ശരീരത്തിന് കൂടുതൽ ശിഥിലം, കൂടുതൽ ശാന്തം, കൂടുതൽ അയവ്. ദീർഘശ്വാസമെടുക്കുക. ശവാസനം. വരാൻ പോകുന്ന അഭ്യാസങ്ങൾക്കായി ശരീരത്തെ തയ്യാറാക്കിയെടുക്കുന്നു. ശവാസനത്തിൽ കൂടുതൽ ശാന്തവും കൂടുതൽ ശിഥിലവും ആയിത്തീരുക. ഓരോ നിശ്വാസത്തോടൊപ്പവും ശരീരത്തെ കൂടുതൽ ശിഥിലമാക്കുക. ഇനി നമുക്ക് ചെയ്യാൻ പോകുന്ന അഭ്യാസങ്ങളിലേക്ക് കടക്കാം. ഇന്നത്തെ കളരിയിൽ ഇനി ചെയ്യാൻ പോകുന്ന അഭ്യാസങ്ങളിലേക്ക് തിരിച്ചു വരാനായി ശ്വാസോച്ഛ്വാസം ചെയ്യുക. ശവാസനത്തിൽ നിന്നും പുറത്തു വരാനായി ഒന്നുകൂടി ദീർഘശ്വാസമെടുക്കുക, ദീർഘശ്വാസം വിടുക. എന്നിട്ട് കൈകാലുകൾ ചെറുതായി അനക്കുക. മൂവ് യുവർ ഫിംഗേഴ്സ് ആൻഡ് ടോസ്. സാവധാനത്തിൽ ഇടത്തോട്ടോ വലത്തോട്ടോ ചരിഞ്ഞുകൊണ്ട് ഇങ്ങനെ ചെയ്യാനായി നിങ്ങൾക്ക് ഏത് ഭാഗത്തേക്കാണ് തിരിയുന്നത് ആ ഭാഗത്തെ കൈ തലയണയാക്കുക. ആ സ്ഥിതിയിൽ 1-2 ശ്വാസമെടുക്കുക. എന്നിട്ട് കൈയൂന്നി അവനവന്റെ സ്ഥാനങ്ങളിൽ ഇരിക്കുക. സ്വയം ഒന്ന് പൊരുത്തപ്പെടുക. ഇവിടെ കുറച്ച് ദീർഘശ്വാസോച്ഛ്വാസത്തിന്റെ അഭ്യാസങ്ങൾ ചെയ്യാം. അതായത് ആഴത്തിലുള്ള ശ്വസനക്രിയയുടെ അഭ്യാസം, ഡീപ് ബ്രീത്തിങ്ങിന്റെ അഭ്യാസം. ഏതെങ്കിലും ഒരു ധ്യാനാത്മക ആസനത്തിലിരിക്കുക. കൈകൾ ജ്ഞാനമുദ്രയിൽ, കണ്ണുകൾ മൃദുവായി അടയ്ക്കുക. പൂർണ്ണമായും ശ്വാസം പുറത്തേക്ക് വിടുക. എന്നിട്ട് നീണ്ട ആഴത്തിലുള്ള ശ്വാസമെടുക്കുക. ശ്വാസമെടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ഉദരം, പിന്നെ നെഞ്ചിന്റെ ഭാഗം, പിന്നെ തോളിന്റെ ഭാഗം വികസിക്കുന്നത് കാണുക. ശ്വാസം പുറത്തേക്ക് വിട്ട് മുകളിൽ നിന്ന് താഴേക്ക്. അങ്ങനെ 2-3 തവണ ശ്വാസമെടുക്കുക. നീണ്ട ആഴത്തിലുള്ള ശ്വാസം, നീണ്ട ആഴത്തിലുള്ള ശ്വാസം പുറത്തേക്ക് വിടുക. ദീർഘശ്വാസോച്ഛ്വാസം കൊണ്ട് തയ്യാറെടുക്കുന്നു. ഇനി അങ്ങോട്ടുള്ള പ്രാണായാമത്തിലേക്ക്. ഇനി ദീർഘശ്വാസോച്ഛ്വാസത്തോടുകൂടി നമുക്ക് മുന്നോട്ട് പോകാം. അനുലോമ വിലോമ പ്രാണായാമം അഥവാ നാഡീശോധന പ്രാണായാമം. ഒരിക്കൽ കൂടി അവനവനെ ശ്രദ്ധിക്കുക. തയ്യാറായിരിക്കുക. ഏതെങ്കിലും ഒരു ധ്യാനാത്മകാസനത്തിൽ ഇരിക്കുക. ഇരിപ്പിൽ മാറ്റം വരുത്തണമെങ്കിൽ മാറ്റം വരുത്താവുന്നതാണ്. എന്നിട്ട് ഇടത്തെ കൈ ധ്യാനമുദ്രയിൽ വയ്ക്കുക. വലത്തെ കൈ പ്രാണായാമ മുദ്രയിൽ പിടിക്കുക. മെല്ലെ ശ്വാസം പുറത്തേക്ക് വിടുക. ഇനി ഈ മുദ്രയിൽ വലത്തെ മൂക്കടച്ചു പിടിക്കുക. എന്നിട്ട് ഇടത്തെ മൂക്കിലൂടെ ദീർഘശ്വാസം എടുക്കുക. ഇനി 2 മൂക്കുകളും മെല്ലെ അടച്ചു പിടിക്കുക. എന്നിട്ട് വലത്തെ മൂക്ക് തുറക്കുക. ശേഷം നീണ്ട ആഴത്തിൽ ശ്വാസം പുറത്തേക്ക് വിടുക.
ഏത് മൂക്കിലൂടെ ശ്വാസം പുറത്തേക്ക് വിട്ടുവോ അതിലൂടെ മെല്ലെ ദീർഘശ്വാസം എടുക്കുക. എന്നിട്ട് മൂക്ക് അടച്ചു പിടിക്കുക. ശേഷം മറ്റേ മൂക്കിലൂടെ നീണ്ട ആഴത്തിലുള്ള ശ്വാസം പുറത്തേക്ക് വിടുക. ഇത് അനുലോമ വിലോമത്തിന്റെ ഒരു വട്ടമായി. ഇങ്ങനെ 3 വട്ടം കൂടി ചെയ്യുക. ഒരു തവണ ശ്വാസോച്ഛ്വാസം നടക്കുന്നു ഒരു മൂക്കിലൂടെ, പിന്നെ ദീർഘശ്വാസനിശ്വാസം മറ്റേ മൂക്കിലൂടെ. നിങ്ങൾ ചെയ്തത്, അതായത് ദീർഘശ്വാസം എടുക്കുന്നു, മറ്റേ മൂക്കിലൂടെ ദീർഘശ്വാസം വിടുന്നു, വീണ്ടും ദീർഘശ്വാസം എടുക്കുന്നു, മറ്റേ മൂക്കിലൂടെ ദീർഘശ്വാസം വിടുന്നു. അപ്പോൾ ഇവിടെ നിങ്ങൾ അനുലോമ വിലോമത്തിന്റെ അഭ്യാസം ചെയ്യുകയായിരുന്നു. ഈ അഭ്യാസം കൊണ്ട് നിങ്ങളുടെ ശരീരത്തിൽ, മനസ്സിൽ ശാന്തി കൈവരുത്തുന്നു. ഈ അഭ്യാസം നിങ്ങളുടെ ശരീരത്തിലും മനസ്സിലും സമന്വയം കൈവരിക്കാൻ സഹായിക്കുന്നു. പിന്നെ മനസ്സിനെ ശാന്തിയുടെ തീരത്തേക്ക് കൊണ്ടുപോകുന്നു. ഓർമ്മിക്കുക, നിങ്ങളുടെ ശ്വാസം നീണ്ടതും ആഴത്തിലുള്ളതും ലയബദ്ധവുമായിരിക്കണം. അങ്ങനെ 3 തവണ ചെയ്തു കഴിയുമ്പോൾ പിന്നെ കൈകൾ മെല്ലെ താഴേക്ക് കൊണ്ടുവരിക. ഈ അഭ്യാസം ചെയ്യുമ്പോൾ ഒരിക്കലും പെട്ടെന്നൊന്നും ചെയ്യരുത്. സ്വാഭാവികതയോടെ ചെയ്യുക. അനുലോമ വിലോമ പ്രാണായാമത്തിന് ശേഷം ശാന്തമായ മനസ്സിനെ കൂടുതൽ ശാന്തതയിലേക്ക് കൊണ്ടുപോകുന്നു ധ്യാനം. ധ്യാനമുദ്രയിൽ ഇരിക്കുക. ഇപ്പോഴിരിക്കുന്ന ആസനം ഒന്ന് മാറ്റണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാറ്റാവുന്നതാണ്. എന്നിട്ട് ഇരിപ്പുറപ്പിച്ച് വീണ്ടും ധ്യാനമുദ്രയിലേക്ക് വരിക. കണ്ണുകൾ അടച്ച് നടു നിവർത്തി പിടിക്കുക. ഒന്നുകൂടി നോക്കുക ശാരീരിക സ്ഥിതി എങ്ങനെയാണെന്ന്. അടഞ്ഞ കണ്ണുകൾ കൊണ്ട് അനുഭവിച്ചറിയുക ഭൂമിയുടെ സ്പർശം. നടു നിവർത്തി പിടിക്കണം. കഴുത്തിന്റെ സ്ഥിതി. മുഖം സ്വാഭാവികവും ശാന്തവുമാക്കി വയ്ക്കുക. ശരീരത്തിന്റെ അവസ്ഥ നോക്കിയതിനു ശേഷം ശരീരത്തിൽ വന്നു പോകുന്ന ശ്വാസത്തെ ശ്രദ്ധിക്കുക. ഓരോ ശ്വാസവും ശ്രദ്ധിക്കുക. ഓരോ നിശ്വാസവും ശ്രദ്ധിക്കുക. അതായത് നടക്കുന്ന ശ്വാസോച്ഛ്വാസം തിരിച്ചറിയുക. പുറത്തേക്ക് വിടുന്ന ശ്വാസവും അനുഭവിച്ചറിയുക. അങ്ങനെ മെല്ലെ ശ്വാസത്തിന്റെ അനുഭൂതിക്ക് ശേഷം ശരീരത്തിലെ സംവേദനകളുടെ അനുഭൂതി. ശരീരം, ശ്വാസം, സംവേദനകൾ, ഇത്തരത്തിൽ ഉള്ളിലൂടെ ഒരു യാത്ര ചെയ്യാം. ധ്യാനം യോഗയിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. ധ്യാനം നമുക്ക് സ്വയം ലയിച്ചു ചേരാനുള്ള ഒരു മാധ്യമമായി മാറുന്നു. ധ്യാനം ആഴത്തിലുള്ള ശാന്തിയിലേക്കുള്ള ഒരു മാധ്യമമാണ്. ഇനി മെല്ലെ മെല്ലെ ശ്വാസമെടുക്കുക തിരിച്ചു വരാനായിട്ട്. എന്നിട്ട് മനസ്സിനകത്ത് സങ്കൽപ്പിക്കുക, നമുക്ക് നമ്മുടെ മനസ്സ് എപ്പോഴും സന്തുലിതമാക്കി വെക്കേണ്ടതുണ്ടെന്ന്. ഞാൻ എനിക്ക് വേണ്ടിയും കുടുംബത്തിനു വേണ്ടിയും പ്രവൃത്തി, സമൂഹം, ലോകത്തിനൊക്കെയും ആരോഗ്യത്തിനു വേണ്ടി പ്രതിബദ്ധമാണ്. ഇനി സാവധാനത്തിൽ ഇരുകൈകളും നമസ്കാരമുദ്രയിൽ പിടിക്കുക. എന്നിട്ട് പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ കളരി ഇവിടെ നിർത്താം. ദീർഘശ്വാസമെടുക്കുക. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാഃ സർവേ ഭദ്രാണി പശ്യന്തു
मा कश्चित् दुःखभाग् भवेत् मा कश्चित् दुःखभाग् भवेत् ॐ शान्ति 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 സാവധാനത്തിൽ ഇരു കൈകളും കൊണ്ട് കണ്ണുകൾ സ്പർശിക്കുക. എന്നിട്ട് പതുക്കെ കണ്ണുകൾ തുറക്കുക. കൈകൾ തിരികെ കൊണ്ടുവരിക. നന്ദി. ഇന്നത്തെ കളരി ഇവിടെ സമാപിക്കുന്നു. വളരെ നന്ദി.